ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ് ചലഞ്ച് അടിക്കുന്നത് വെച്ചാൽ ഏത് കളറാണോ നമുക്ക് കിട്ടുന്നത് ആ ഒരു കളറായിരിക്കും നമ്മൾ ഇന്ന് മൊത്തം ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ആപ്പിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, മറ്റേ സ്പിൻ വീലില്ലേ, അതിനകത്ത് എല്ലാ കളറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏത് കളറാണോ കിട്ടുക അപ്പോൾ നമുക്ക് അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് കിട്ടുന്ന ഏത് കളറാണോ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഫുൾ ഫുഡ്. അപ്പോൾ എന്തായാലും കേസ് നല്ലൊരു കളർ ഏതെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാത്തതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കിടക്കാൻ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ഒക്കെ ചെയ്യുന്ന എന്ത് വീഡിയോ ആണ് ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പം എന്താ പറയുക, നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങി കിട്ടിയത് പിങ്കാണ് ഗൈസ്, പിങ്കാണ് കിട്ടിയിരിക്കുന്നത് മച്ചാമാരെ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത് മൊത്തം നമ്മുടെ പിങ്ക് ചലഞ്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ തൊട്ട് കഴിക്കുന്ന എന്താ പറയുക പിങ്ക് വെച്ചിട്ടുള്ള പരിപാടീസ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക ബീട്രൂട്ടൊക്കെ ഏകദേശം പിങ്കാണല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ചലഞ്ചുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് പിങ്ക് വെച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക രാവിലെ തന്നെ നമുക്ക് മുട്ടയാക്കാന്ന് വിചാരിച്ചു, നല്ല പിങ്ക് കളർ പോലെ. ഓക്കെ എന്തായാലും അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇതാക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പിങ്ക് വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം പിങ്ക് കളറൊക്കെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിങ്ക് മുട്ടയാണ് ഗൈസ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുടിക്കാൻ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പിങ്ക് ആയതുകൊണ്ട് ബീട്രൂട്ട് ഇല്ലേ, എന്താ പറയുക ബീട്രൂട്ട് വെള്ളത്തിനകത്തിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നമ്മുടെ രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ മുട്ടയും പിങ്ക് മുട്ടയും ഏകദേശം പിങ്ക് കളർ പോലെ ഉണ്ട്. ബീട്രൂട്ട് ആട്ടോ ഗൈസ് ഇട്ടേ, പിന്നെ പിങ്ക് വെള്ളം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം മുട്ട കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും. എന്തായാലും വെറൈറ്റി ചലഞ്ച് കഴിച്ചു. നിങ്ങൾ ഇതുപോലത്തെ ചലഞ്ച് ജസ്റ്റ് ഇനി കമൻറ്റ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സാധാരണ വെക്കുന്നത് തന്നെ. പിന്നെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റും ഇതിന് അത്ര വ്യത്യാസമൊന്നുമില്ല കഴിച്ച്. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, അതുപോലെ വൈകുന്നേരം രാത്രി എന്തായാലും നമുക്ക് പൊടിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ ഗൈസ്. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. ഇനി വെള്ളം എങ്ങനെയെന്നറിയില്ല ഗൈസ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആട്ടോ അടുപ്പിച്ച് കാണിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ബാക്കിയല്ല സാധാരണ പോലെ. വെള്ളം അങ്ങനെ നമുക്ക് വെള്ളം പിന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബീട്രൂട്ടിനൊരു ടേസ്റ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി ഉച്ചക്കത്തെ എന്താ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ പിങ്ക് ചമ്മന്തിയും പിങ്ക് ചോറും ആക്കി പിന്നെ പിങ്ക് തൈരും ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും നമ്മൾ പിങ്കാണ് ചലഞ്ച് എടുത്തത്. എന്തായാലും ഇതുപോലത്തെ ചലഞ്ചുകൾ ചെയ്യുമ്പോൾ വെറൈറ്റി ആവട്ടോ ഗൈസ്. നല്ലൊരു വെറൈറ്റി കണ്ടിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തത് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് പിങ്ക് ചോറാട്ടോ ഗൈസ്. അപ്പോൾ ഒരു 5 മണി നേരം വൈകുന്നേരം നമുക്ക് പിങ്ക് പായസാട്ടോ, പിങ്ക് കളറാണ്. അപ്പോൾ ഇതുപോലത്തെ ചലഞ്ച് ഇനി നിങ്ങൾ പറയുക കളറൊക്കെ ഏതാന്ന്. പാല് തീർന്നു ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, കാരണം പിങ്ക് കളറാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം 7 മണിയൊക്കെ ആയപ്പം എന്താ പിങ്ക് ഇഡ്ഡലിയും അതിന് പറ്റിയ പിങ്ക് സാമ്പാറും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും എന്താ പറയുക നമ്മൾ പിങ്ക് ആയതുകൊണ്ട് പിങ്ക് ഇഡ്ഡലി ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം ബീട്രൂട്ട് തന്നെ ആയതുകൊണ്ട്. ഗൈസ്, നമുക്കിനി പിങ്ക് ജ്യൂസും കൂടെ കുടിക്കാം ഗൈസ്. മധുരമായിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തായാലും ഒരു കിടിലൻ ചലഞ്ചായിരുന്നു. കാരണം പിങ്ക് വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഇതുവരെ നമ്മൾ ഈ ഒരു ചലഞ്ച് ഇത് വെച്ചാൽ ചെയ്തിട്ടുമില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം
മച്ചാമാരെ എന്തായാലും വെറൈറ്റി ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക നമ്മൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക കമൻ്റ് ഒക്കെ ചെയ്യാട്ടോ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഗൈസ് അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഒരാഴ്ച കൂടുമ്പോഴും 4-5 ദിവസം ഒരു ഏകദേശം 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോകളൊക്കെ ഈ ഒരു ലോങ് വീഡിയോ വരാറ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റോഡ് ടു 1K 2K ഒക്കെ ഉഷാറാക്കണം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.